1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും 4ഉം 6ഉം ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നൊരു ചോദ്യമായിരുന്നു ഈ ഒരു പ്രാവശ്യം. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് എങ്ങനെയൊക്കെയായിരുന്നു ഉത്തരം എഴുതേണ്ടിയിരുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയിരിക്കുന്നു. ഓരോ വിളിയും കാത്തിലെ വരികളാണ്. ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. അച്ഛൻ്റെ മരണം സൃഷ്ടിച്ച ശൂന്യത, മകൻ്റെ അഭാവം മൂലമുള്ള ഏകാന്തത, നഗരത്തിലേക്ക് പോകാനുള്ള തിടുക്കം, മകനോടൊപ്പം അമ്മ നഗരത്തിലേക്ക് പോയത്. നമുക്ക് പറയാം, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? കറ്റപ്പുര എന്നുള്ളത് 2 പ നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് 2 പ നമ്മൾ എഴുതില്ല, ഒരു പായേ എഴുതൂ, പുര എന്നേ നമ്മൾ എഴുതൂ. പിന്നെ അതുപോലെ തന്നെ ദിവസം എന്നത് ദിവസമായെന്ന് എന്നുള്ളത് ദിവസം, ആയെന്ന് എന്നേ നമ്മൾ എഴുതാവൂ, ആയെന്ന്. വഴി ഇല്ല എന്നുള്ളത് വഴി ഇല്ല, അത് ശരിയാണ്. അങ്ങനെ ഇരിക്കെ എന്നാണ് രണ്ടാമത്തെ വേർഡ്, അല്ലെ? കൃത്യമായിട്ട് നമ്മൾ ആ വേർഡ് എഴുതണം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം: ഞാനിവിടെ വന്നുകൂടിയില്ലെങ്കിൽ പിച്ചപ്പാളയം കൊണ്ടിറങ്ങേണ്ടി വന്നേനെ അവന്. ആര് പറയുന്നതാ? മത്തായി പറയുന്നതാണ്, കോഴിയും കിഴവിയും. മത്തായിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? അമ്മയോടുള്ള നീരസം, പണക്കാരനായതിൻ്റെ അഹങ്കാരം, അയൽക്കാരനോടുള്ള അനുകമ്പ, മർക്കോസിനോടുള്ള സഹതാപം. അപ്പം അമ്മയോടുള്ള നീരസമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ അമ്മയോടൊരു നീരസം ഉണ്ടായിരുന്നില്ല. പണക്കാരനായതിൻ്റെ അഹങ്കാരം അയാൾക്കുണ്ടായിരുന്നു. അയൽക്കാരനോട് അനുകമ്പ, ഒരു സഹതാപം ഉണ്ടായിരുന്നോ? ഇല്ല. മർക്കോസിനോട് എന്തായാലും സഹതാപമല്ല, അല്ലേ? അസൂയയും അവനെങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഉത്തരം ഏതാണ്? പണക്കാരനായതിൻ്റെ അഹങ്കാരമാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്: എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖത്തിൻ്റെ താളുകൾ. എന്താണ് ഇവിടെ ചിത്രലേഖത്തിൻ്റെ താള് എന്നുദ്ദേശിക്കുന്നത്? അമ്മയുടെ കത്തിനെ തന്നെയാണ്. ഒരു സിനിമയിൽ എന്നതുപോലെ എന്താണ്, വായിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിൽ തെളിയും. അതുകൊണ്ടാണ് ചിത്രം എന്ന് അതിനെ പറയുന്നത്. ഏതിനെ? അമ്മയുടെ എഴുത്തുകളെയാണ്, അല്ലെങ്കിൽ അമ്മയുടെ കത്തിനെയാണ് ചിത്രലേഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം: വെള്ളിത്താലമെടുത്ത് നിരന്നുലസിപ്പൂ നെയ്യാമ്പലുകൾ. ഓണമുറ്റത്ത് എന്നുള്ള വരിയിലാണ്, കവിതയിലെ വരികളാണ്. ആരെ സ്വീകരിക്കാനാണ് നെയ്യാമ്പലുകൾ നിരന്നു നിൽക്കുന്നത്? നമുക്കറിയാം, ഓണക്കാലത്തെക്കുറിച്ചുള്ള കവിത തന്നെ ആയതുകൊണ്ട് ആരെയാണ്? ഓണത്തപ്പനെയാണ്, അല്ലേ? നമ്മുടെ മഹാബലി മന്നനെ കാത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക. നമുക്ക് എങ്ങനെ എഴുതാം? പാതിരാക്കു ശേഷം അടുപ്പിൽ തീയെരിഞ്ഞു, അല്ലെ? തീയെരിഞ്ഞപ്പോൾ എന്ന് നമുക്ക് ഈ ഫുൾ സ്റ്റോപ്പ് ഒന്ന് അങ്ങോട്ട് മാറ്റാം. തീയെരിഞ്ഞു എന്നുള്ളത് തീയെരിഞ്ഞപ്പോൾ, അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? തീയെരിഞ്ഞപ്പോൾ എന്ന്, അവിടെ ഒരു പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം, അല്ലേ? തീയെരിഞ്ഞപ്പോൾ എന്താണ്? ആ കുടിലിൽ വെളിച്ചമുണ്ടായി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഒറ്റവാക്യമായി, അതിൻ്റെ അർത്ഥം മാറിയിട്ടുമില്ല. അടുത്ത ചോദ്യം: മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിറച്ച് നിൽക്കുകയല്ലോ മേടുകൾ തോറും. അപ്പം ഈ വരികൾ തുമ്പയെ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഇവിടെ ഓണത്തപ്പനെ വരവേൽക്കാൻ 2 മാർക്കിനാണ് ചോദ്യം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പുലർച്ചെ മഴ കൊണ്ട് വിറച്ചും തൻ്റെ പൂക്കൂട നിറച്ച് നിൽക്കുകയാണ് ആര്? തുമ്പപ്പൂക്കൾ. ഇങ്ങനെ 2 പോയിന്റ് ആക്കിയിട്ട് എഴുതണം. അടുത്ത ചോദ്യം നോക്കാം. നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ, നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ? ഇങ്ങനെ ചോദിക്കാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്താകാം? അപ്പം നിങ്ങൾ പറയണം, മാതൃഭാഷയെ എന്താണ് ഇന്നത്തെ സമൂഹം മാതൃഭാഷയെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും അകറ്റി മാറ്റുകയാണ്. അപ്പോൾ അവർ നാളെ ചോദിക്കും, നമ്മുടെ മാതൃഭാഷ ഏതായിരുന്നു, നമ്മുടെ തായ്മൊഴി ഏതായിരുന്നു എന്ന് ചോദിക്കും. അതിലെ ആശങ്കയാണ് കവി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു 2 പോയിന്റ് ആക്കി നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ.
അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്താണ് എഴുതിയതാരാണ്, എഴുത്തുകാരൻ തുടങ്ങിയിട്ടുള്ള ഒരു ആമുഖം കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. ആമുഖം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആമുഖം കൊടുക്കണം. ആദ്യത്തേത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം കോഴിയും കിഴവിയുമാണ്. അപ്പം എഴുതിയത് ആരാന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു പാഠം ആരാണ് എഴുതിയത്, എന്താണ് കോഴിയും കിഴവിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കണം. ചോദ്യം ഇതാണ്: ഈ കഥാസന്ദർഭങ്ങൾ സമൂഹത്തിന് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? അതായത് 2 വീട്ടിലെയും കുട്ടികൾ ഒരുമിച്ച് നടക്കുന്നത് പോലും വീട്ടുകാർക്ക് ഇഷ്ടമല്ല. നീ കരഞ്ഞതുകൊണ്ട് ഞാൻ എന്താണ് തിന്നാതെ വെച്ചിരുന്നതാ ഇത്. നീ തിന്നാലേ ഞാനും തിന്നുകയുള്ളൂ. അവളുടെ മുഖം തെളിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടത് എന്താണ്, അല്ലെ, മുതിർന്നവർക്ക് പോലും ഇല്ലാത്ത ഒരു സ്നേഹം നമുക്ക് കുട്ടികളിൽ കാണാം. ബാല്യം എന്ന് പറയുന്നത് വാശിയും വൈരാഗ്യവും ഒന്നുമില്ലാത്ത നിഷ്കളങ്കത മാത്രം തുളുമ്പുന്ന ആ ബാല്യകാലത്തിൻ്റെ പ്രാധാന്യവും ആ കുഞ്ഞുങ്ങൾ വെച്ചു പുലർത്തുന്ന ആ ഒരു സ്നേഹം പോലും മുതിർന്നവർക്ക്, വിവേകബുദ്ധിയും അറിവും കൂടുതലുള്ള മുതിർന്നവർക്ക് ഇല്ലാത്തതിൻ്റെ ആ ഒരു ആശങ്കയും സ്നേഹം വെച്ചു പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയും കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശദീകരിച്ച് എഴുതിക്കൊള്ളണം. അടുത്ത ചോദ്യം: രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? ഇത്തരം ചിന്തകളിലേക്ക് കോരനെ നയിച്ച അന്നത്തെ സാമൂഹിക സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് 4 മാർക്കിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതിക്കൊള്ളണം: കുട്ടനാടിൻ്റെ ഇതിഹാസ കഥാകാരനായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്ലാവിലക്കഞ്ഞി എന്ന രണ്ടിടങ്ങഴിയിലെ 17-ാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരനും ചിരുതയും. അതിനുശേഷം പറയണം അന്നത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിത ദുരിതമാണ് ഈ കഥയ്ക്ക് മുഖ്യ ആധാരം. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതീയത, അതുപോലെ തന്നെ വിവേചനം, മുതലാളികൾ അവർ ചെയ്തു കൂട്ടുന്നത്, അതുപോലെ തന്നെ അടിയാളന്മാരെ എത്രത്തോളമാണ് അവർ ചൂഷണം ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെല്ലൊക്കെ എന്താണ് പൂഴ്ത്തി വെക്കുന്നു, അവർക്ക് തുച്ഛമായ കൂലി കൊടുക്കുകയാണ്, അതിൽ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരുന്നു അവർക്ക് ബാക്കിയായിരുന്നത്. അങ്ങനെ എന്താ പറയുന്നത്, പിശാചുക്കളായിട്ടായിരുന്നു തൊഴിലാളികളെ മുതലാളിമാർ കണ്ടിരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങളെ പാടെ തന്നെ എന്താണ് മുതലാളിമാർ നിഷേധിച്ചിരുന്നു. അപ്പം ഈ വരികളിൽ നിന്നൊക്കെ എന്താണ് അന്നത്തെ സാഹചര്യം, അന്നത്തെ കർഷക തൊഴിലാളികളുടെ ദുരിതം നിറഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ക്രോഡീകരിക്കാൻ. അടുത്ത ചോദ്യം: മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ഈ നിരീക്ഷണത്തിൻ്റെ സമകാലിക പ്രസക്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചത് തന്നെയാണ്. ശ്രീനാരായണ ഗുരു എഴുതിയത് ആരാണ്, മറ്റുള്ള സന്യാസിമാരിൽ നിന്നും ശ്രീനാരായണ ഗുരു എങ്ങനെ വ്യത്യസ്തനാകുന്നു, അതുപോലെ തന്നെ മനുഷ്യജാതി എന്ന ആശയത്തിൻ്റെ പ്രഥമ അവതാരകനാണ് ശ്രീനാരായണ ഗുരു. കേരളത്തെ മനുഷ്യത്വം പഠിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ജാതീയതയ്ക്കെതിരെ എന്തൊക്കെ പോരാട്ടം നടത്തി, അതുപോലെ തന്നെ അന്ധഗജന്യായം എന്ന് പറയുന്നൊരു പാഠം ജനങ്ങളെ പഠിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. ആനയെ അന്ധന്മാർ കണ്ടതുപോലെ ആവരുത് നമ്മൾ മതഗ്രന്ഥങ്ങളുടെ തത്വം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മതഗ്രന്ഥങ്ങളുടെ തത്വം മനസ്സിലാക്കേണ്ടത് എല്ലാ മതത്തിലും പറയുന്നത് മനുഷ്യത്വം തന്നെയാണ്. ആ സാരം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മനുഷ്യ നന്മയ്ക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാക്യത്തിൽ മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യത്തിൽ മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മാത്രം മതി എന്നുള്ള ഒരു ധ്വനി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ഗുരുവിൻ്റെ ദർശനം ഇന്നും സമൂഹത്തിൽ വില പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം: പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. മുതിരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും.
വി മധുസൂദനൻ നായർ. വരികളിലെ ആശയം താരതമ്യം ചെയ്ത് ചില നിരീക്ഷണങ്ങൾ. ആദ്യം നമ്മൾ റഫീഖ് അഹമ്മദിൻ്റെ അമ്മ തൊട്ടിൽ പാഠം ഭാഗമൊക്കെ ഒന്ന് പറഞ്ഞ് അതിൽ ആ മകൻ എങ്ങനെയാണ് അമ്മയെ ഉപേക്ഷിക്കുന്നത്, അല്ല ഇവിടെ എന്താണ് അമ്മയെ ഉപേക്ഷിക്കാനുള്ള ഇടങ്ങളായിട്ട് മാറുകയാണ് അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന കവിത. മകൻ എങ്ങനെയൊക്കെയാണ് അമ്മയെ ഉപേക്ഷിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഇതേ ആശയം തന്നെയാണ് വി മധുസൂദനൻ നായരുടെ വരികളും സൂചിപ്പിക്കുന്നത്. അല്ലെ, മുതിരുമ്പോൾ എന്താണ് മക്കൾ പലപ്പോഴും എന്താണ് മാതാപിതാക്കൾ അത്രയും കാലം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ നോക്കേണ്ട കടമ നമുക്കാണ് എന്നുള്ളത് പോലും മറന്നുകൊണ്ട് വൃദ്ധസദനങ്ങളിലും അതുപോലെ തന്നെ തെരുവോരങ്ങളിലുമൊക്കെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരികയാണ്. രണ്ട് കവിതകളും ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ സമൂഹത്തിന് മാതാപിതാക്കളോടും മുതിർന്നവരോടും കാണിക്കുന്ന അവഗണന തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. റേഡിയോ പണിയെടുക്കുമ്പോൾ മൂപ്പരെ ഞാൻ അങ്ങനെയായിരുന്നു. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സൂചനകൾ വിശകലനം ചെയ്ത് ചാക്കുണ്ണിയും റേഡിയോയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പറയുക. അപ്പോൾ പാഠഭാഗം എഴുതിയത് ആരാണ്, കാര്യങ്ങളൊക്കെ പറയാം. പണയം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ചാക്കുണ്ണി. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ തന്നെ തലയെടുപ്പോടു കൂടി കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് റേഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം. ആറാട്ടുകുന്നിലെ ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു ചാക്കുണ്ണി റേഡിയോ വാങ്ങുന്നത്. ചാക്കുണ്ണി അത്രയേറെ റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ടും ത്യജിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ആ റേഡിയോ വാങ്ങുന്നത്. തൻ്റെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു റേഡിയോ ചാക്കുണ്ണിക്ക്. അദ്ദേഹം തുന്നുന്ന സമയത്തും വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തും വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്ന സമയത്തും ഒക്കെ റേഡിയോയുമായിട്ട് സമയം ചിലവഴിച്ചിരുന്നു. ആ കുടുംബത്തിലെ എല്ലാവർക്കും ആ റേഡിയോ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിന് അസുഖം വന്നപ്പോൾ റേഡിയോ പണയം വെക്കേണ്ടി വരുമ്പോഴും ചാക്കുണ്ണിയുടെ മനസ്സിൽ തീയായിരുന്നത്. കാരണം ഒരു മകനെ പോലെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പണയം വെച്ച് മകൻ മരിച്ചപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി എത്തുന്നതും ആ റേഡിയോ കേൾക്കാൻ തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം ചാക്കുണ്ണിയും റേഡിയോയും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ അവസാനിപ്പിക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പത്രനീതിയിൽ നിന്നാണ്. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സമകാലിക മാധ്യമ സമീപനങ്ങൾ കൂടി വിശകലനം ചെയ്ത് ഈ നിരീക്ഷണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. പത്രനീതി നമ്മൾ എന്തായാലും പഠിച്ചൊരു പാഠമായിരുന്നു. അപ്പോൾ പത്രനീതി എഴുതിയത് ആരാണ്, എന്താണ് പത്രങ്ങളിൽ പറയുന്നത്? അപ്പം നമ്മുടെ ജെഫേഴ്സണും അതുപോലെ തന്നെ ഓസ്കാർ വൈൽഡും ഒക്കെ പറഞ്ഞിട്ടുള്ള പത്രങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ള കുറച്ച് വചനങ്ങളൊക്കെ എഴുതിയിട്ട് ഉദ്ധരണികൾ കോഡ്സൊക്കെ എഴുതിയിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ഉത്തരം വിശദീകരിക്കേണ്ടത്. അതിനുശേഷം ഇന്നത്തെ കാലത്തെ പത്രങ്ങൾ എങ്ങനെയാണ് അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? അവർ പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഉയർന്ന പദവിക്കുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ലാഭേച്ഛ മാത്രം നോക്കുന്ന ഒരു രീതിയായിട്ട് ഇന്ന് പത്രപ്രവർത്തനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പണക്കൊതി മാത്രമാണ് പത്രങ്ങളുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ അസത്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും അത് സത്യമായി തീരുന്നത് വരെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലരും ഇന്ന് പത്രങ്ങൾ വായിക്കുന്നത് ധൂമപാനം പോലെ, പുകവലി പോലെ അതൊരു ശീലമായതുകൊണ്ട് മാത്രമാണ്. പത്രങ്ങളിലെ സത്യം അറിയണമെങ്കിൽ നമുക്ക് കൂട്ടലും കുറയ്ക്കലും അതുപോലെ തന്നെ നിഗമനവും ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ പത്രങ്ങൾ ഇനിയും വിമർശിക്കപ്പെടേണ്ടത് സമൂഹത്തിനെ തന്നെ ഒരു മാറ്റത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അതോർത്ത് ഇനി വിഷമിക്കേണ്ട, അല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയ മുതല പഷ്ണി ഒഴിഞ്ഞത്. മർക്കോസിൻ്റെ അപ്പൻ നിന്നെ മകനെ പോലെയാ വിചാരിച്ചിരിക്കുന്നത്. കഥാസന്ദർഭം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും പരിഗണിച്ച് സ്നേഹബന്ധങ്ങൾ സാമൂഹിക ജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഇതൊരു പ്രഭാഷണമാണ്. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മാന്യരെ, ബഹുമാനപ്പെട്ടവരെ എന്നൊരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹബന്ധത്തെ കുറിച്ചിട്ട്
സ്നേഹബന്ധത്തെക്കുറിച്ച്. ആ സ്നേഹബന്ധത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കോമൺ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. അത് നമുക്ക് മലയാളം ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ ഒരുപോലെ ആവശ്യമുള്ളതാണ്. അപ്പോൾ സ്നേഹബന്ധത്തെക്കുറിച്ച് ഒരു 4-5 വരികൾ എഴുതിയിട്ട്, അല്ലെ, ബന്ധങ്ങളാണ് ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വിളിയും കാത്തിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറയുക. കോഴിയും കിഴവിയിലുമാണെങ്കിൽ എന്താണ്, ആ അമ്മയാണ് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ പഴയ തലമുറ ബന്ധങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ പുതിയ തലമുറയ്ക്ക് എന്താണ്, ബന്ധങ്ങളെക്കാൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലാതായി പോകുന്നതിൽ, അല്ലെ, വിലയില്ലാതായി പോകുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിനും തന്നെ എന്താണ്, വളരെയധികം ബാധിക്കും, അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ എഴുതിക്കൊള്ളണം. ഒരു 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. അവസാനം കൺക്ലൂഷൻ. ഇപ്പോൾ ചോദ്യം എന്താണ്, സ്നേഹബന്ധങ്ങൾ സാമൂഹിക ജീവിതത്തിൽ, ഇന്നത്തെ സമൂഹ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളുടെ വില എന്താണ്, കുറഞ്ഞു വരികയാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. നല്ലൊരു സമൂഹം കെട്ടിപ്പടുത്തുന്നതിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. സ്വർണ്ണമല്ലാണ്ട് ഒരു സംഗതിയും ഇവിടെ പണമെടുപ്പില്ല, അല്ലേ, പണയമെടുപ്പില്ല. ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കിത്ര പിടുത്തില്ല. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെമ്പുമത്തായിയുടെ കഥാപാത്ര നിരൂപണമാണ്. ഇത് നമ്മൾ പഠിച്ചൊരു ചോദ്യമാണ്, ചെമ്പുമത്തായിയുടെ കഥാപാത്ര നിരൂപണം. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ഇത് 6 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്പുമത്തായി എന്നുള്ളത് തലക്കെട്ടായിട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് തലക്കെട്ടായിട്ട് ചെമ്പുമത്തായി എന്നുള്ളത് കൊടുക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കഥ എഴുതുക. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ചെമ്പുമത്തായി എന്നെഴുതുക. അപ്പം ചാക്കുണ്ണിയുടെ റേഡിയോ, ചാക്കുണ്ണി പണയം വെക്കുന്നത്, കഥാനായകനായ ചാക്കുണ്ണി റേഡിയോ പണയം വെക്കുന്നത് പലിശക്കാരനായിട്ടുള്ള ചെമ്പുമത്തായിയുടെ അടുക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെമ്പുമത്തായി പറയുന്നത് മക്കളെ ശാസിക്കണം. അതുപോലെ തന്നെ എന്താണ്, പണത്തിനായിരിക്കണം നമ്മൾ കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം പോലും എന്താണ്, ആളുകളെ ബോധ്യപ്പെടുത്താനുള്ളതായിരുന്നു. ഇങ്ങനെ എല്ലാ പോയിൻറ്സും നിങ്ങൾ എഴുതിയിട്ടായിരിക്കണം കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. ഇത്തരത്തിൽ എന്താണ്, ബന്ധങ്ങളേക്കാൾ പണത്തിന് മൂല്യം നൽകുന്നവരുടെയൊക്കെ പ്രതിനിധിയാണ് ചെമ്പുമത്തായി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാവുന്നതാണ്. അടുത്തത് കൊച്ചു ചക്കരച്ചിയാണ്. അടുത്ത ചോദ്യം ഒരു ഉപന്യാസം എഴുതാനാണ്. അപ്പോൾ ആദ്യം ഉപന്യാസം എഴുതാൻ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിഷയം തന്നെ തലക്കെട്ടായിട്ട് കൊടുക്കാം. തലക്കെട്ട് കൊടുക്കണം, 1 മാർക്കാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആമുഖം കൊടുക്കണം. ഇവിടെ പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ നിങ്ങൾ ആമുഖം കൊടുക്കുന്ന സമയത്ത് പ്രകൃതിയെക്കുറിച്ചിട്ടും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് 1ഉം 2ഉം പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നതായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്നൊരൊറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. അപ്പം പ്രകൃതിയാണെങ്കിലും പ്രകൃതിയെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളെയും തിരിച്ച് അതേ രീതിക്ക് സ്നേഹിക്കും എന്നതിന് തെളിവാണ് കൊച്ചു ചക്കരച്ചിയിലെ അമ്മയും കൊച്ചു ചക്കരച്ചി എന്ന മാവും തമ്മിലുള്ള ആത്മബന്ധം. അതിനുദാഹരണമായിട്ട് അമ്മയ്ക്ക് വിശ്വാസമായിരുന്നില്ല, ഭക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ നിരുപദ്രവകരമായിട്ട് കൊച്ചു ചക്കരച്ചി വീഴുന്നത്. പിന്നെ അതുപോലെ തന്നെ ചക്കരച്ചിന്മേലുള്ള നീറുകൾ, ചാവേറുപട, പിന്നെ ഇവർ വിൽക്കാനുള്ളതല്ല. പ്രകൃതി നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് എന്താണ്, സഹായമാകണം, തണലാകണം. ഇവിടെ കൊച്ചു ചക്കരച്ചി എന്നൊരു മാവ്, അല്ലെ, എല്ലാവർക്കും പെറുക്കി തിന്നാനും മറ്റുള്ളവർക്ക് തണലാകുന്ന ഒരു മാവാണ്. അത് നമ്മളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല പ്രകൃതിയിലെ വിഭവങ്ങൾ എന്നതിൻ്റെ ഒരു സൂചന കൂടെ ഇതിലുണ്ട്. നമ്മൾ കൃത്യമായിട്ടും പ്രകൃതിയിലെ വസ്തുക്കൾ നമ്മുടെ ആവശ്യത്തിനായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അനാവശ്യമായ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രകൃതിയിലെ ഒന്നും നമ്മൾ നശിപ്പിക്കേണ്ടത് എന്നൊരു ആശയം കൂടെ എന്താണ് ഈ ഒരു ഭാഗത്തുണ്ട്. അതിനുശേഷം കൊച്ചു ചക്കരച്ചിയും അമ്മയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം പറയണം. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ അത് നിങ്ങൾ വിശദീകരിച്ചതിന് ശേഷം, 2ാമത്തെ പാരഗ്രാഫിൽ പാഠഭാഗം ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം 3ാമത്തെ പാരഗ്രാഫിൽ എന്താണ്, AP ഉദയഭാനുവിൻ്റെ അമ്മയെപ്പോലെ
ഉള്ള ആളുകളല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇന്ന് അഭേദ്യമായിട്ടുള്ള ബന്ധമല്ല, ഒരുപാട് എന്താ പറയുക അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്താണ് പ്രകൃതിക്ക് മേൽ അത്രയധികം കടന്നുകയറ്റം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ പ്രകൃതിക്ക് മേൽ മനുഷ്യൻ കൊടുവ അല്ലെങ്കിൽ എന്താണ് മഴ വയ്ക്കുമ്പോൾ അത് തൻ്റെ തന്നെ കഴുത്തിന് നേർക്കാണ് വെക്കുന്നതെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതും മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് അത് ആധാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടി ഉപന്യാസം എഴുതാൻ. ആദ്യം തലക്കെട്ട് വേണം, പിന്നെ ഒരു ആമുഖം വേണം. ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആമുഖമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം പാഠഭാഗം വിശദീകരിക്കുക. അതിനുശേഷം സമകാലിക പ്രസക്തി ഇന്നത്തെ സമൂഹവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നല്ലൊരു എക്സാം ആയിരുന്നു ഇന്നത്തെ എക്സാം. ഇതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമും നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.